ഞാനിപ്പോൾ അത്ഭുതം കൂറുകയാണ്. നൗഷാദിനെ നമ്മൾ കാണുന്നത് മരുഭൂമിയെ കഷ്ണം മുറിച്ച് നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾക്ക് പകുത്ത് നൽകുന്ന ഒരാൾ എന്ന രീതിയിലാണ് നമ്മൾ നൗഷാദിനെ കണ്ടത്. യഥാർത്ഥത്തിൽ നൗഷാദിൻ്റെ രൂപം നമ്മുടെ മനസ്സിലുണ്ട്. കാരണം ഇപ്പോഴത്തെ ഇന്ത്യൻ അവസ്ഥ, ഒരു വീടുണ്ടാക്കാനുള്ള ഒരിടം, അപ്പോൾ അങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് ഒക്കെ വരുമ്പോൾ നൗഷാദാണ്. പക്ഷേ നൗഷാദിൻ്റെ അകത്ത് ഒരു ഈ ദേശത്തോടുള്ള നൗഷാദിൻ്റെ കാൽ വിരൽ അമർത്തിച്ചവിട്ടിയിട്ട് നമ്മുടെ ദേശപ്പെരുമയുടെ അകത്തളങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ പോലും നമുക്ക് അന്നം തരുന്നൊരു നാട്, ആ നാടിൻ്റെ ഒരു ഹൃദയത്തിൻ്റെ ഒരു ചടുലമായ താളം നിലനിൽക്കുന്നൊരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ റോള. ഞാൻ ആ മരച്ചോട്ടിൽ കിടന്നുറങ്ങിയ ഒരാളാണ്. ഒരു രാത്രി മുഴുവൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഒരു രാത്രിയല്ല, പല രാത്രിയും കിടന്നുറങ്ങിയിട്ടുണ്ട്. പലപ്പോഴും ഷാർജയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോയാൽ പലപ്പോഴും അന്നൊന്നും വണ്ടി കിട്ടില്ല. അപ്പോൾ അത് ഏറ്റവും സുഖമായ ഒരു അനുഭവമാണ്. അത് ഏതാണ്ട് ആലുപുര തന്നെയാണ്. ഏറ്റവും മനോഹരമായ ഒരുപാട് ഭാഷകളുടെ ഒരു സമ്മിശ്ര കേന്ദ്രമാണ് റോള. റോള എന്ന് പറയുന്നത് ഒരു 2000-ലെ റോള. ഇന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്ക് നടുവിലുള്ള റോള. പക്ഷേ 2000-ന് മുമ്പ് കേവലം ഇൻ്റർലോക്ക് മാത്രം പതിച്ച് ആ റോളയ്ക്കകത്ത് ആൽമരത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന ഒരു കോൺക്രീറ്റ് ശില്പം മാത്രം. അതിനു ചുറ്റും പലപ്പോഴും ഞാൻ ദുബായിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് റോള കാണാൻ. എന്തെന്നറിയോ, അവിടെ ചെറിയ അമ്പലപ്പറമ്പിൽ പോലെ ടെൻറ്റൊക്കെ കെട്ടിയിട്ട് സ്കിൽ ഗെയിംസ്, അതുപോലെ ചെറിയ 5 രൂപ 10 രൂപയുടെ സാധനങ്ങൾ വിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ വന്ന് പോകുന്ന ഒരു ഉത്സവ പ്രതീതി നിറഞ്ഞ ഒരു റോളയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ഇന്ന് കാണുന്ന റോള ഒരുപാട് പുരോഗമനത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെ വിപുലതയുടെ റോളയാണ്. അപ്പോൾ ഈ 2 റോളയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് റോളയെക്കുറിച്ചാണ് എഴുത്തുകാരൻ പ്രതിപാദിച്ചത് എന്നറിയില്ലെങ്കിൽ പോലും ഗൃഹാതുരത്വമുണർത്തുന്ന ആ പഴയ റോളയെ വരച്ച് കാട്ടുകയാണെങ്കിൽ അത് പുതുതലമുറയ്ക്ക് റോളയെക്കുറിച്ച് അറിയാനും പ്രത്യേകിച്ച് ഷാർജയെക്കുറിച്ച് അറിയാൻ, ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ് ഷാർജയുടെ റോള എന്ന് പറയുന്നത്. അപ്പോൾ ആ റോളയെക്കുറിച്ച് അറിയാൻ പുതുതലമുറയ്ക്ക് അവസരമൊരുക്കുകയാണ് ഈ എഴുത്തെങ്കിൽ ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്നു. ശ്രീ നൗഷാദിനും ഈ പുസ്തകത്തിനും എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് എഴുത്തിൻ്റെ ലോകത്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ശ്രീ നൗഷാദിനെ ആത്മാർത്ഥമായി ആശംസകൾ നേരുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി.